ഇന്ത്യ മഹാരാജ്യം മതേതരത്വം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിലർക്കൊക്കെ കോൾമയിൽ കൊള്ളും. പക്ഷേ മതേതരത്വം എന്ന പേരും പറഞ്ഞ് ഇവിടെ കാണിച്ചു കൂട്ടുന്ന ഉടായിപ്പുകൾ ഏതൊരു സാധാരണ മനുഷ്യനും ഓക്കാനം വരും. അതായത് ഛർദിൽ വരുമെന്ന്. അമ്മാതിരി തൊട്ടിത്തരമാണ് 2026 നീറ്റ് പരീക്ഷയുടെ പേരിൽ സൂറത്തിൽ ഈ NDAക്കാർ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒരു പാവം കൊച്ച് ഹിന്ദു വിശ്വാസപ്രകാരം കഴുത്തിലൊരു തുളസിമാലയും ഇട്ട് പരീക്ഷ എഴുതാൻ വന്നതാണ് ഇവിടെ പ്രശ്നം. ഭഗവാൻ വിഷ്ണുവിൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ പ്രതീകമായി ഹിന്ദുക്കൾ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് ഈ തുളസിമാല. അല്ലാതെ അതിനകത്ത് ബോംബൊന്നും വെച്ച് കെട്ടിയിട്ടില്ല. പക്ഷേ NDAയുടെ കാവൽക്കാരായ ചില വിവരദോഷികൾക്ക് അത് കണ്ടപ്പോൾ കണ്ണുകടി. ആ പെൺകുട്ടിയുടെ വിശ്വാസത്തിന് ഇവിടെ പുല്ലുവില. യുവമാർ വെച്ചിരിക്കുന്ന സമയത്തിൽ നിന്ന് 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ പിന്നെ ആളെ അകത്ത് കയറ്റില്ല എന്നാണ് ഇവർ വെച്ചിരിക്കുന്ന നിയമം. അവരുടെ നിയമമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതെല്ലാം ശരിയായിട്ടുള്ള കാര്യം. നിയമം പാലിക്കുക തന്നെ വേണം. ആ പെൺകുട്ടി എക്സാം ഹാളിലേക്ക് കറക്റ്റ് സമയത്തിന് വരികയും പക്ഷേ ആ പെൺകുട്ടിയോട് കഴുത്തിലെ തുളസിമാല അഴിച്ചു മാറ്റാൻ കർക്കശമായി പറയുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. ഇതേ ഗേറ്റിലൂടെ ബുർഖയും ഇട്ട് ശരീരം മുഴുവൻ മൂടി പുതച്ചു വരുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് റെഡ് കാർപ്പറ്റ് വെൽക്കം. അവരെ തടയാനോ അവർക്ക് നിയമം ബാധകമാക്കാനോ ഈ ഉദ്യോഗസ്ഥർക്ക് മുട്ടിടിക്കും. ഇതാണോടോ നിങ്ങളുടെയൊക്കെ ഊളം മതേതരത്വം? അവർ വിചാരിച്ചു ഇതും സഹിച്ച് ആ പെൺകുട്ടിയും വീട്ടുകാരും മിണ്ടാതെ പോയിക്കൊള്ളുമെന്ന്. അവിടെയാണ് അവർക്ക് തെറ്റിയത്. കൂടെ വന്ന അച്ഛൻ ചുമ്മാ നിന്നു കൊടുത്തില്ല. നട്ടലുള്ള ഒരു ഹിന്ദു എങ്ങനെ പ്രതികരിക്കുമോ അതുപോലെ അയാൾ ആ ഗേറ്റിൽ വെച്ച് ഉദ്യോഗസ്ഥരുടെ മുഖത്തടിക്കുന്നത് പോലെ ചോദിച്ചു. હું મારા મોબાઈલ મારો ખીચામાં છે, હું કઈ ઉતારતો નથી ક્યાંય. પણ તમે હિન્દુ ધર્મનું પ્રત્યેક કંઠી કઢાઈ નાખો એમ છોડવાને. അയാൾ ചോദിച്ച ചോദ്യം ഈ കപട മതേതരവാദികളുടെ നെഞ്ചത്താണ് കൊണ്ടത്. അയാൾ പറഞ്ഞു, എടോ ഞാനൊരു ഹിന്ദുവിൻ്റെ മകനാണ്, ഞാൻ നിൽക്കുന്നത് ഗുജറാത്ത് സൂറത്തിലാണ്, അല്ലാതെ നിങ്ങളുടെ പാകിസ്ഥാനിലോ കറാച്ചിയിലോ അല്ല. അയാൾ വീണ്ടും ചോദിച്ചു, മുസ്ലിം കുട്ടികളുടെ ഹിജാബും ബുർക്കയും അഴിച്ചു മാറ്റാൻ നിങ്ങൾക്ക് ധൈര്യമില്ല, പക്ഷേ എൻ്റെ മകളുടെ കഴുത്തിലെ തുളസിമാല പൊട്ടിച്ചെറിയാൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയട ഈ ചങ്കൂറ്റം? ശരിയല്ലേ അദ്ദേഹം ചോദിച്ചത്? അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യങ്ങളും അവിടെ ചുറ്റും നിന്നവരെ എല്ലാം വീഡിയോയിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിലൂടെ മെയ് 3 പ്രചരിക്കാൻ തുടങ്ങി. അതോടെ ഇവരുടെയൊക്കെ ഈ ഇരട്ടത്താപ്പിൻ്റെ തനിനിറം രാജ്യം കണ്ടു. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഇതാണോ ഇന്ത്യയുടെ മതേതരത്വം? ഇവിടെ ഒരു പ്രത്യേക സമുദായത്തിന്, അതായത് മുസ്ലിങ്ങൾക്ക് മാത്രമേ അവകാശങ്ങളുള്ളൂ. അവരുടെ മതപരമായ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം എന്താ ഈ ഭരണകൂടത്തിനും കോപ്പിലെ നിയമങ്ങൾക്കും പെട്ടെന്ന് വായടഞ്ഞു പോകുന്നത്? നിരവധി പ്രതിഷേധങ്ങളാണ് ഈ ഒരു സംഭവം പുറത്തു വന്നതിന് പിന്നാലെ പൊട്ടി ഒഴുകുന്നത്. രാജസ്ഥാനിലെ ബർമറിൽ ബുർഖയിട്ട് വന്നവരെ യാതൊരു കുഴപ്പമില്ലാതെ എക്സാം എഴുതാൻ വിട്ടു. അവർക്ക് അവരുടെ മതം മുഖ്യം. എന്നാൽ ഹിന്ദുവായ ഒരു കുട്ടി ചരടവും മാലയോ ഒക്കെ ഇട്ട് വന്നാൽ ഉടനെ ഇവന്മാരുടെ സെക്കുലറിസം ഉണരും. ഹിന്ദുക്കളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അപമാനിക്കാൻ ഇവർക്ക് എന്താണ് ഇത്ര ധൈര്യം? എവിടെ നിന്നാണ് ഈ ധൈര്യം വന്നത്? രാജ്യത്ത് 23 ലക്ഷത്തിലധികം പിള്ളേരാണ് ഈ നീറ്റ് പരീക്ഷ എഴുതുന്നത്. അതിൽ ഗുജറാത്തിൽ നിന്ന് മാത്രം 85,000 പേർ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നൊരു എംബോക്ക് ഏജൻസിയാണ് ഈ പരീക്ഷ നടത്തുന്നത്. രാജ്യത്ത് 552 നഗരങ്ങളിൽ പരീക്ഷ നടത്തിയിട്ടും ഹിന്ദുക്കളുടെ വിശ്വാസത്തിന് മേൽ കുതിര കയറാൻ മാത്രം നിയമങ്ങൾ ഇവന്മാർക്ക് എവിടെ നിന്ന് വരുന്നു? എന്ത് തോന്നിയവാസമാണോ നീയൊക്കെ കാണിക്കുന്നത്? ഇതൊക്കെ പറയുമ്പോഴും ആ പാവം പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 180 ചോദ്യങ്ങൾ, 720 മാർക്ക്. ഒരു ഉത്തരം തെറ്റിയാൽ 1 മാർക്ക് വെറുതെ പോകും, അതായത് നെഗറ്റീവ് മാർക്കിംഗ്. മാസങ്ങളോളം രാവും പകലും ഉറക്കമൊഴിച്ച് പഠിച്ചിട്ടാണ് ഓരോ കുട്ടിയും എക്സാം ഹാളിലേക്ക് വരുന്നത്. പരീക്ഷയ്ക്ക് വൈകുമോ എന്ന പേടി ഒരു ഭാഗത്ത്, സ്വന്തം വിശ്വാസത്തെ അപമാനിക്കുന്ന ഉദ്യോഗസ്ഥർ മറുഭാഗത്തും. ഈ ടെൻഷനിൽ ആ കുട്ടി എങ്ങനെ പരീക്ഷ എഴുതും? അവരുടെ 1 വർഷത്തെ പ്രയത്നമല്ല ഈ ഊളകൾ ഗേറ്റിൽ വെച്ച് നശിപ്പിച്ചത്. ഇതിന് ആര് സമാധാനം പറയും? ബുർഖയ്ക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവർക്ക് ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്ക് കയറാൻ യാതൊരു മടിയുമില്ല. ഇതൊന്നും ആദ്യമായിട്ട് നടക്കുന്ന കാര്യമല്ല. ഹിന്ദു, ജൈന, ബുദ്ധ, സിഖ് മതക്കാരുടെ മേൽ കുതിര കയറുന്നത് NDAക്ക് ഒരു ശീലമായി മാറിയിട്ടുണ്ട്. 2024 നീറ്റ് പരീക്ഷയ്ക്കും ഇത് തന്നെ നടന്നു. പൂജ കഴിഞ്ഞ് ഹൈന്ദവ വിശ്വാസപ്രകാരം കയ്യിൽ കെട്ടുന്ന ചുവന്ന ചരട് അഴിച്ചു മാറ്റാൻ ഒരു പെൺകുട്ടിയോട് അവർ നിർബന്ധിച്ചു. ഈ NDAക്ക് ഹിജാബും ബുർക്കയും നിരോധിക്കാനുള്ള കഴിവില്ലേ? ഈ ബുർക്കയ്ക്കുള്ളിൽ എന്ത് ബോംബ് വേണമെങ്കിലും ഒളിപ്പിച്ച് കടത്താമല്ലോ. പിന്നെ ഹിന്ദുക്കളുടെ ഈ വിശ്വാസമായ ചരടുകൾക്ക് മാത്രം എന്താണ് പ്രശ്നമുള്ളത്? ഉത്തരം മുട്ടുന്ന ചോദ്യമാണ് NDAക്ക്. പക്ഷേ ഈ തൊലിക്കെട്ടി അപാരമായതുകൊണ്ട്
അധികാരികൾക്ക് ഇതൊന്നും കേട്ടാൽ ഒരു ഉളുപ്പം തോന്നില്ല. ഇതൊരു പെൺകുട്ടിയുടെയോ ഒരു തുളസിമാലയുടെയോ മാത്രം പ്രശ്നമല്ല. ഇത് ഈ രാജ്യത്തെ സിസ്റ്റം ഹിന്ദുക്കളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ്. ഇവിടത്തെ നിയമങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനും ഹിന്ദുക്കളെ ചവിട്ടി താഴ്ത്താനും മാത്രമുള്ളതാണോ? ഹിന്ദുക്കൾ ഇതൊക്കെ സഹിച്ച് എക്കാലവും മിണ്ടാതിരിക്കുമെന്ന് ആരും കരുതണ്ട. ബുർക്കയ്ക്ക് മുന്നിൽ തല കുനിക്കുന്നവന്മാർ ഹിന്ദുക്കളുടെ വിശ്വാസം തൊട്ട് കളിക്കാൻ വന്നാൽ ഇനിയും ഇതുപോലുള്ള മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ അവകാശങ്ങൾക്കായി പ്രതികരിച്ചെന്നിരിക്കും. നിയമം എല്ലാവർക്കും ഒന്നായിരിക്കണം, അല്ലെങ്കിൽ ആ നിയമം വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ എറിയണം. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.